അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മറ്റു മതസ്ഥർക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. ഏതായാലും വളരെ സന്തോഷമാണ്. ഈ ഒരു പരിപാടി ആസൂത്രണം ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ സംഘാടകർ എൻ്റെ വീട്ടിൽ വന്ന് ഒരു ചർച്ച നടത്തി. ആദ്യം കുറേ മത്സരങ്ങളിലൊക്കെ ജഡ്ജസ് ആവാനും അതുപോലെ മറ്റു ഗസ്റ്റായിട്ടൊക്കെ പോകാറുണ്ടെങ്കിൽ ഈ ഒരു സംഭവം എൻ്റെ ലൈഫിൽ ആദ്യത്തെ ഒരു സംഭവമാണ്. എൻ്റെ വീട്ടിൽ വന്ന് അഭിപ്രായങ്ങളൊക്കെ ചോദിച്ച് ഞാൻ പറഞ്ഞു അതിനേക്കാളും നമുക്ക് വലുതൊക്കെ ഉണ്ട്, വലിയവരുണ്ടാവും, എന്നാലും അഭിപ്രായങ്ങൾ ചോദിക്കുകയും അഭിപ്രായങ്ങൾ അനുസരിച്ച് തന്നെ പരിപാടി ഇത്രയും ഭംഗിയായിട്ട് ലൊക്കേഷന് നമ്മളെ തെറ്റിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. കുറേ സ്ഥലത്ത് ലൊക്കേഷൻ തെറ്റിയിട്ടുണ്ട്. അതേ ഒരു അനുഭവം ഇന്നിപ്പോൾ എനിക്കുണ്ടായി. ലത്തീഫ് അയച്ച ലൊക്കേഷന് വേറേതോ ഒരു ഇറക്കത്തിൽ ഒരു കുണ്ടിൽ എൻ്റെ കാറ് അവിടെ റോഡ് കഴിഞ്ഞു. കാരണം കറക്റ്റ് എന്നാണ് ഞാൻ പോയത്, റോഡ് തീർന്നു, റഫ് റോഡാണ്. വിളിച്ചു പറഞ്ഞു താഴെ വന്നോളൂ. പിന്നെയും താഴെ വന്നു. പിന്നെയാണ് മനസ്സിലായത് സംഭവം മാറിയിട്ടുണ്ട്. തിരിച്ച് വണ്ടിയെടുക്കാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, തിരിച്ച് വണ്ടിയെടുക്കാൻ അത്ര, കാരണം വലിയ കുണ്ടാണ് ഈ ഭാഗം. പക്ഷേ എന്തോ പഠിച്ചോന് എന്ത് വിധിച്ചിട്ടുണ്ടോ എന്ന രീതിയിലാണല്ലോ. അപ്പോൾ എൻ്റേതായ രീതിയിൽ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ട് കുറേ പിന്നിലേക്ക് ബാക്ക് വന്നിട്ട് ഇവിടെ എത്തിയതാണ്. സന്തോഷമാണ്. ഏതായാലും വളരെ സന്തോഷമാണ്. ഈ ഒരു പരിപാടി രാവിലെ ആയിരുന്നെങ്കിൽ ഈ ഒരു ലൊക്കേഷനൊക്കെ കണ്ട് അല്ലേ, നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലമായിട്ടാണ് ഇവിടെ വന്നപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഭാഗത്ത് വന്നത്. മുണ്ടക്കൈ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു മത്സരം വെക്കുന്നു എന്നൊരു വീഡിയോ ഞാൻ ചെയ്തപ്പോൾ കുറേ പേര് ചോദിച്ചു ആ മുണ്ടക്കൈയിൽ ഇപ്പോൾ പരിപാടിയൊക്കെ നടക്കുമോ. അവർ കുറേ പേര് കരുതിയത് വയനാട് മുണ്ടക്കൈ അവിടെ ചൂരൽമലയിലുണ്ടായ ഒരു സംഭവത്തിൽ അവിടെ ഇങ്ങനെ ആദ്യം അങ്ങനെ തോന്നുമല്ലോ, കാരണം ലോകം ചർച്ച ചെയ്തൊരു നാടാണ് മുണ്ടക്കൈ. ആ ഒരു ചൂരൽമലയിൽ എത്ര പേര് അല്ലേ. അപ്പോൾ അങ്ങനെ കുറേ പേര് ഞാൻ പറഞ്ഞ് കാസർഗോഡ് ഒരു മുണ്ടക്കൈ ഉണ്ട്. കാരണം ദഫിൻ്റെ ആശാന്മാർ കാസർഗോഡ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായത് ഈ മുണ്ടക്കൈ എന്ന്. കാരണം അനുഭവത്തിൽ അറിയാം. എൻ്റെ ചെറുപ്പകാലത്തൊക്കെ മാപ്പിളപ്പാട്ട് മത്സരങ്ങളിൽ ഇങ്ങനെ മത്സരിക്കുന്ന സമയത്ത് നമ്മൾ അജിക അന്ന് അവിടെ വേറെ ടീമുമായിട്ട് ദഫിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ അവരുടെ ആ തനിമയാർന്നൊരു കളി ഇന്നും എൻ്റെ ചെറുപ്പകാലം മുതൽ കാണുന്നതാണ്. അദ്ദേഹം എപ്പം നമ്മുടെ മുണ്ടക്കൈ, ഞാൻ ഇച്ഛ എന്ന് പറയില്ല, ഇസ്മായിലേ എന്ന് പറഞ്ഞിട്ട് ആ ഒരു വാക്ക് എന്തായാലും മരണസമയത്ത് എനിക്ക് എത്താൻ പറ്റാത്തത് വലിയ ദുഃഖമുണ്ട്. ഏതായാലും കൂടുതൽ സംസാരിച്ചാൽ ബോറായിരിക്കും. കാരണം ഇനി 30 കേരളത്തിൽ അറിയപ്പെടുന്ന, കർണാടകയിൽ അറിയപ്പെടുന്ന നല്ല നല്ല പ്രൊഫഷണൽ ആർട്ടിസ്റ്റുമാരാണ് ഇവിടെ പാടാൻ പോകുന്നത് അല്ലേ. സാധാരണ മത്സരം വെക്കുമ്പോൾ സാധാരണക്കാരാണ് വരുന്നുണ്ട്, എന്നാൽ ആഗ്രഹത്തിൽ വരുന്നവരാണ്. പക്ഷേ ഇതെല്ലാം പാടുന്ന കലാകാരന്മാരാണ്. കർണാടകയിലെയും കേരളത്തിലെയും നിരവധി കലാകാരന്മാർ, മലപ്പുറം മുതൽ ഇങ്ങോട്ട് ഉടുപ്പി വരെയുള്ള ഗായകന്മാർ ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം. ഒന്ന് നല്ലൊരു കയ്യടി നമ്മുടെ സംഘാടകർക്ക് വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെയ്യാം. കാരണം മാപ്പിളപ്പാട്ട് എൻ്റെ വന്യ ഗുരുവാണ് നമ്മളെ ഫിറോസ് ഖാൻ. കാരണം ഞാൻ 2002 കൂടുതൽ സംസാരിക്കുമ്പോൾ കുറച്ച് ബോറാവും. എന്നിരുന്നാലും നമ്മൾ ഒരു അതിഥി എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു കാര്യം പറയുകയാണ്. നമ്മുടെ 2002 ഞാൻ നമ്മുടെ AV മുഹമ്മദ് പുരസ്കാരം, നമ്മുടെ അഷ്റഫ് കർല ടീം, അവിടെ മലബാർ കലാ സാംസ്കാരിക ദുബായിലൊരു സംഘടനയുണ്ട്. ആ സംഘടന ആദ്യത്തെ ഒരു അവാർഡ് റദ്ദിച്ച് എനിക്ക് തന്നതാണ്. അപ്പോൾ ആ ഒരു പരിപാടി തൊട്ട് കുറേ വർഷക്കാലം നമ്മുടെ പ്രിയപ്പെട്ട ഫിറോസ് ഖാൻ അന്നൊരു സംഗീതജ്ഞനായി, നല്ലൊരു തബലിസ്റ്റായി, നല്ലൊരു ഡോളക്കിസ്റ്റായി നമ്മുടെ കൂടെ എൻ്റെ കൂടെ എന്നെ വായിച്ചു തന്ന വലിയ പ്രതിഭയാണ്. അദ്ദേഹം ഗായകനാണെന്ന് എനിക്കറിഞ്ഞത് ചങ്ങരംകുളം ഏതൊരു സംഘടനയുടെ ഒരു പരിപാടിയിൽ ഗസ്റ്റായിട്ട് എന്നെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ പരിപാടിയിൽ ബഹുമാനപ്പെട്ട ഫിറോസ് ഖാൻ ഉണ്ട്. അപ്പോൾ അന്ന് ഇദ്ദേഹം പാടിയ പാട്ടാണ് നമ്മൾ മാപ്പിളപ്പാട്ടിൽ ഏറ്റവും നല്ല ശിവരഞ്ജനി രാഗത്തിലുള്ള യാ റസൂലുള്ള പാട്ട്. അത് പാടിയത് നമ്മുടെ ഫിറോസ് ഖാൻ. ഞാൻ സത്യമായിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞതാണ്. അത് നമ്മുടെ പ്രിയപ്പെട്ട ഫിറോസ് ഖാൻ എന്ന് പറഞ്ഞപ്പോൾ അത്ഭുതമായി പോയി. കാരണം ഈ മൂപ്പറാണ് എനിക്ക് എന്നും അറിയാത്ത എനിക്ക് പാടുമ്പോൾ തബല വായിച്ചു തന്നത്. ഞാൻ അവിടെ തന്നെ ഭയങ്കര എന്താ പറയേണ്ടത്. ഏതായാലും പ്രൗഡാണ്. മാഷാ അല്ലാഹ്, നമുക്ക് ഈ ഒരു നാട്ടിലേക്ക് സംഘാടകർ ഇങ്ങനെ ജഡ്ജസായിട്ട് അതേപോലെ നമ്മൾ ഉദ്ഘാടകനായിട്ട് നമുക്ക് ഫിറോസ് ബാബു ഖാനെ കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു
തീർച്ചയായിട്ടും കിട്ടാതിരിക്കില്ല. കാരണം മാപ്പിളപ്പാട്ട് എന്തെന്നും മാപ്പിളപ്പാട്ട് ഏത് തലത്തിലാണെന്നും നമുക്ക് പഠിപ്പിച്ചു തരുന്ന നല്ല മാപ്പിളപ്പാട്ട് സ്നേഹിയും സംഗീതജ്ഞനും അതേപോലെ അല്ലേ എല്ലാം കൊണ്ടും നമ്മളെ ഹൃദയം കവർന്ന നമ്മുടെ ഫിറോസ്ക തീർച്ചയായും വരുമെന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചപ്പോൾ ഇസ്മായിലെ ഞാനും മുണ്ടക്കയിൽ എത്തി മാഷാ അല്ലാഹ് സന്തോഷം അറിയിക്കുകയാണ്. ഏതായാലും മത്സരാർത്ഥികൾക്ക് ഹൃദയം നിറഞ്ഞ 1000 അഭിനന്ദനങ്ങളും ആശംസകൾ അറിയിക്കുകയാണ്. നമ്മൾ ഫിറോസ്ക പറഞ്ഞു ഒറ്റ പാട്ട് ഒറ്റ ജഡ്ജ്മെൻറ്റ് അല്ലേ, അങ്ങനെയല്ലേ ഫിറോസ്ക? ഇല്ലെങ്കിൽ ഓരോരു സെക്ഷന് വരാറുണ്ടല്ലോ ഗ്രാൻഡ് ഫിനാലെ എന്ന് പറഞ്ഞിട്ട്, അതൊന്നുമില്ല. കാരണം 30 കണ്ടസ്റ്റൻസിൻ്റെ ഒരു പാട്ട്, അത് മാക്സിമം എല്ലാവരും അതിൽ കാറ്റഗറി ഒന്നും വെച്ചിട്ടില്ല. അത് നന്നായി, അത് എനിക്ക് തോന്നാൻ അല്ലേ, കാറ്റഗറി ഇല്ലാത്തത് നന്നായി എന്ന് തന്നെ തോന്നുകയാണ്. കാരണം എല്ലാവർക്കും അവരുടെ തൊണ്ടയിൽ നിന്ന് വരുന്ന ആ ഒരു ശബ്ദം, ആ ഒരു മൃഗ, അതൊക്കെ ഇതിൽ വരട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട ഫിറോസ്ക ഇവിടെ ജഡ്ജസ് ആയിട്ടുണ്ട് മാഷാ അല്ലാഹ്. അപ്പോൾ പാട്ട് പാടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പാട്ട് നമ്മൾ മത്സരം ഏതായാലും നല്ലൊരു പാട്ട്, പ്രിയപ്പെട്ട ഇഷ്ടപ്പെട്ട പാട്ട്, കാരണം സംഗീതത്തിൽ നല്ല ദാസേട്ടൻ പാടിയ മൗത്തും ഹയാത്ത്, അത് കേട്ടപ്പോൾ വല്ലാത്ത ഹൃദയം ആ ഒരു സന്തോഷമായിട്ടുണ്ട്. അപ്പോൾ ഒരു ഗാനം പാടണമെന്ന് നമ്മുടെ സംഘാടകർ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ കാസർഗോഡിൻ്റെ മൺമറിഞ്ഞു പോയ പ്രിയപ്പെട്ട കവി, കാണുമ്പോൾ അദ്ദേഹം ഒരു രചയിതാവെന്ന് ആരും പറയില്ല. നമ്മളെ സ്റ്റുഡിയോയിലൊക്കെ വന്നാൽ നിലത്ത് കിടന്നുകൊണ്ട് പാട്ട് ചെയ്തു, അങ്ങനെയുള്ളൊരു മനുഷ്യനാണ്. ഈ പാട്ടും മാപ്പിളപ്പാട്ടിൽ അറിയപ്പെടുന്ന ഒരു 20 പാട്ടിൽ നമ്മൾക്ക് കൂട്ടാൻ പറ്റിയ മക്ക മദീന ഞാൻ ഓർത്തുപോയി. ഈ ഗാനം കേൾക്കാത്തവർ ഉണ്ടാവില്ല എന്ന് തന്നെയാണ്. ഈ പാട്ട് എഴുതുമ്പോൾ ഞാൻ കൂടെയുണ്ട്. അഷ്റഫ് നമ്മളെ അഷ്റഫ് നായ്മാർമൂല 2-3 വർഷം മുമ്പ് നമ്മളിന്ന് വിട്ടുപോയ അഷ്റഫ് നായ്മാർമൂല, അദ്ദേഹം അവിടെ നമ്മുടെ SS സ്റ്റുഡിയോ കാസർഗോഡ് തനിമ്പഴ് സ്റ്റുഡിയോ നടന്ന നിലത്ത് കിടന്ന് എഴുതിയ പാട്ടാണ്. കൂടെ ഞാനുണ്ട്. അപ്പോൾ ട്യൂൺ എന്ന് പറഞ്ഞാൽ ഈ പാട്ട് ഓൾറെഡി വേറൊരു ട്യൂണുണ്ടല്ലോ, ആ ട്യൂണിലേക്ക് മൂപ്പര് എഴുതി നിലത്ത് കിടന്ന് ഇരുന്ന് പാടി. അപ്പോൾ ഞാനും അതിൻ്റെ കൂടെ മക്ക മദീന ഞാൻ ഓർത്തുപോയി കറക്റ്റ് ഉണ്ട്. അദ്ദേഹം ഒറ്റയടിക്ക് എഴുതിയതാണ് ആ പാട്ട്. അങ്ങനെ ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ട്. കാണുമ്പോൾ അങ്ങനെ ഒന്നും തോന്നില്ല. അദ്ദേഹത്തിന് നമ്മുടെ അഷ്റഫ് പയ്യന്നൂർ, നമ്മുടെ ഗുരുവായ അഷ്റഫ്ചാനെ കൊണ്ട് ആ പാട്ട് പാടിച്ചു. അത് ലോകത്ത് ഇന്ന് പാടുന്നുണ്ടല്ലേ, അത്ര നല്ല പാട്ട്. അപ്പോൾ ആ ഒരു പാട്ട് എൻ്റെ ശൈലിയിൽ ഞാനൊന്ന് പാടിയിട്ട് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ പരിപാടിയിൽ വിശിഷ്ടാതിഥി ആവാനുള്ള യോഗ്യനൊന്നും ഒരിക്കലും എനിക്കില്ല എന്ന് എനിക്കറിയാം അല്ലേ, ഒരിക്കലും ഇല്ല. ഏതായാലും നമ്മുടെ മുണ്ടക്കയിലെ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ നൽകിയ ഈ ഒരു പദവിക്ക്, വിശിഷ്ടാതിഥി എന്നുള്ള പദവിക്ക് ഒരുപാട് നന്ദി രേഖപ്പെടുത്തുകയാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ ഒരു ഗാനം കേൾക്കാം നമുക്ക്. ഒരു കൈയ്യടിച്ചോട് കുടുംബം നമ്മുടെ കമ്മിറ്റിക്കാർക്ക് വേണ്ടിയിട്ട്. അതേപോലെ ഫിറോസ് ഖാൻ്റെ ഇവിടെ കണ്ടതിൽ വളരെ സന്തോഷം അറിയിക്കുകയാണ്. വന്നതിലും കൂടിയതിൽ ഇനിയും നമുക്ക് കൂടണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ട്രാക്കിൻ്റെ ഇതുണ്ടോ ഇവിടെ ഐഫോൺ മറ്റേ പിന്നെ